നമ്മൾ കേൾക്കാൻ പോകുന്നത് ലവ് സംഭീഷൻ എന്ന ചൈനീസ് ഡ്രാമയുടെ 28ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണേ മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിൻ ഓരോ സ്ഥലത്തൊക്കെ അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അവിടെ ഒരു കട കാണും. ആ കടയിൽ തന്നെ ഒരു ലേഡി നിന്നിട്ട് എന്തൊക്കെയോ ഡ്രസ്സ് വിൽക്കുന്നുണ്ട്. ആ ഡ്രസ്സെല്ലാം നാച്ചുറലായിട്ട് ഡൈ ചെയ്തതാണ്. ഇത് കാണുന്ന ഹീറോയിൻ ആ ഡ്രസ്സിനെ പറ്റിയൊക്കെ ചോദിക്കും. അതിൽ 2-3 വാങ്ങുന്നുണ്ട്. ആ ലേഡി ഹീറോയിൻ ഈ ഡ്രസ്സൊക്കെ ഇടുന്നത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഹീറോയിൻ ആ ലേഡിയോട് ചോദിക്കും, ഇതൊരു പ്രത്യേക തരം നീല കളറാണല്ലോ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എനിക്ക് പറഞ്ഞു തരാമോ, എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഡൈയിങ് പഠിക്കാനാണ് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതെന്ന്. ആ ലേഡിക്ക് അത്ഭുതമാവും. കാരണം സാധാരണ ചെറുപ്രായമുള്ള ആൾക്കാരൊന്നും വരത്തില്ല ഈ ഡൈയിനെ പറ്റി പഠിക്കാനായിട്ട്. പ്രായമുള്ള ആൾക്കാരാണ് ഡൈയിനെ പറ്റിയൊക്കെ പഠിക്കാനായിട്ട് വരുന്നത്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ പിന്നെന്താ, ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ വിളിച്ച് ഒരു റെസ്റ്റോറന്റിൽ പോയി അവിടുത്തെ വെള്ളം കുടിച്ച് പറഞ്ഞു കൊടുക്കുക ഡൈയിനെ പറ്റിയിട്ട്. ഇതൊരു പ്രത്യേക തരം നീല കളറാണ്. ഹീറോയിൻ ആ ലേഡീനെ ഒരുപാട് പുകഴ്ത്തും. കാരണം അടിപൊളിയായിട്ട് കളർ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക തരം നീല കളറാണ് ഉണ്ടാക്കുന്നത്. ആ ലേഡി ഇതൊക്കെ കേട്ട് സന്തോഷപ്പെട്ടിരിക്കുമ്പോൾ ഹീറോയിൻ മ്യൂസിയത്തിൽ പോയപ്പോൾ അവിടെ ഒരു പ്രത്യേക തരം ആർട്ട് കണ്ടായിരുന്നു. ആ ആർട്ടിസ്റ്റ് വരച്ചതാണ്, ഇപ്പൊ ആർട്ടിസ്റ്റ് വരയ്ക്കാറില്ല എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന ലേഡിയുടെ മുഖഭാവം പെട്ടെന്ന് അങ്ങ് മാറും. കാരണം അത് ആ ലേഡിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അയാളെ പറ്റി പറഞ്ഞത്. ആ ആർട്ടിസ്റ്റ് അത്ര നല്ല ആളൊന്നുമല്ല, മോശപ്പെട്ട ആളാണ്, അയാളുടെ വരയ്ക്കാനുള്ള ഐഡിയ എല്ലാം തീർന്നു കാണും, അതുകൊണ്ടായിരിക്കും വരയ്ക്കാത്തതെന്ന്. ഹീറോയിൻ ചോദിക്കും, നിങ്ങൾക്ക് അയാളെ അറിയാമോന്ന്. ആ ലേഡി പറയും, എനിക്കറിയാം, ഇത് ചെറിയൊരു ഗ്രാമമല്ലേ, ഇവിടെ ഉള്ള എല്ലാവരും എനിക്കറിയാമെന്ന്. ഹീറോയിൻ വീണ്ടും ആ ലേഡിയോട് ചോദിക്കും, എനിക്കറിയാം, നിങ്ങൾ രണ്ടുപേരും കൂടാണ് ആ പ്രത്യേകതരം ആർട്ട് ഉണ്ടാക്കിയെന്ന്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് ചേർന്നൂടെ, എന്നാൽ പിന്നെ അടിപൊളിയായിരിക്കുമെന്ന്. ആ ലേഡിക്ക് മനസ്സിലായി ഹീറോയിൻ ആ ലേഡീനെ ആർട്ടിസ്റ്റിനെ ഒത്തുചേർക്കാൻ വന്നതാണെന്ന്. ആ ലേഡി വിചാരിച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റ് പറഞ്ഞു വിട്ടിട്ടാണ് ഹീറോയിൻ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങേരോടെ പോയി പറ, എനിക്ക് ആ ബ്ലൂ ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല, നീക്കെ പോയി പണി നോക്കെന്ന് പറഞ്ഞിട്ട് ആ ലേഡി ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ആ ആർട്ടിസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ലേഡിക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, ഹീറോയിനോട് ദേഷ്യപ്പെട്ട് പോകുന്ന സമയത്ത് അവരുടെ തലേന്ന് ഒരു പ്രത്യേകതരം ഹെയർ പിൻ താഴെ പോകുന്നുണ്ട്. പക്ഷെ ആ ലേഡി അത് അറിയുന്നില്ല. അവർ ആ ഹെയർ പിൻ എടുക്കാതെയാണ് അവിടെ നിന്ന് പോകുന്നത്. ആ നേരം ഹീറോയിന്റെ ഫോണിലോട്ട് കോൾ വരും. വിളിച്ചത് ഹീറോയാണ്. എന്തായി, പോയ കാര്യം നടന്നോന്ന്. ഇവരുടെ രണ്ടുപേരുടെയും പ്ലാൻ ആയിരുന്നു ഇവർ രണ്ടുപേരും ഒന്നിപ്പിച്ച് ബിസിനസ്സിലോട്ട് ഇറക്കുക എന്നുള്ളത്. എന്നാൽ ആ ലേഡി സമ്മതിച്ചില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതുമല്ല, ഹീറോയിന്റെ ഫോണിലോട്ട് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ എന്ന് വെച്ചാൽ നേരത്തെ ഒരു മ്യൂസിയത്തിൽ ഹീറോയിനൊക്കെ പോയില്ലായിരുന്നു, ആ മ്യൂസിയത്തിൽ തന്നെ ആർട്ടിസ്റ്റും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. അയാളുടെ വീഡിയോ ഹീറോ എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് എടുത്തതെന്ന് നമ്മളെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അയാളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഫോണും കൊണ്ട് അടുത്ത് ചെല്ലും. എന്നാൽ ഹീറോനെ കണ്ട ഉടനെ അയാൾ മുഖമൊക്കെ മറച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇയാളാണെങ്കിൽ ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാ അങ്ങനെ വന്നതെന്നൊന്നും അറിയത്തില്ല. ഹീറോ അയാളുടെ പിറകെ തന്നെ ഫോണും പിടിച്ച് ചെല്ലുന്നുണ്ട്. ഹീറോ അയാളുടെ പിറകെ ഫോണും കൊണ്ട് ചെല്ലുമ്പോൾ അയാൾ പേടിച്ചിട്ട് അവിടെ നിന്ന് പോകും. ഓപ്പോസിറ്റ് ഒരു ലേഡി വരുമ്പോൾ അയാളെ പറ്റി ചോദിക്കും. ഇയാൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, പക്ഷെ ആരാന്ന് അറിയത്തില്ല. അതല്ല, ഇയാൾക്ക് ആനുവൽ ആയിട്ടൊരു മെമ്പർഷിപ്പും ഉണ്ട്. അതവിടെ വർക്ക് ചെയ്യുന്ന ലേഡി പറഞ്ഞു കൊടുക്കും. അതിനർത്ഥം ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ മ്യൂസിയത്തിൽ വരാറുണ്ട്. എന്തിനാണെന്നല്ലേ, ഇവിടെ കുറെ ആർട്ട് വർക്കൊക്കെ ഉണ്ട്, അത് കാണാനാണ് വരുന്നത്. ഇയാൾ പെയിന്റിംഗ് ഒക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് കാണാൻ വരുന്നത് എന്തിനാണ്, എന്തെങ്കിലും കാരണം കാണുമായിരിക്കും അല്ലേ. എന്തായാലും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഹീറോനെ വന്ന് കാണും. അതായത് അയാൾ പുതിയതായിട്ട് ആർട്ട് വർക്ക് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ട് ആ ഭാര്യ പറഞ്ഞത് ഇയാള് കാലത്തിനനുസരിച്ച് മാറുന്നില്ലെന്നാണ്. എന്നാൽ ഇയാൾ മാറാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ മാറാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അത് ഭാര്യയോട് ഇയാൾ പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ ഹീറോ പറഞ്ഞു കൊടുക്കും ഹീറോയിനോട്. ചിലപ്പോൾ അയാൾക്ക് പേടിയായിരിക്കും. ആ ഭാര്യയോട് പറഞ്ഞിട്ട് ആ ഭാര്യ വിശ്വസിച്ചില്ലെങ്കിലോ ഇയാൾ മാറാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടായിരിക്കും പറയാത്തതെന്ന്. ഇത് പറയുമ്പോൾ ഹീറോയിന്റെ മനസ്സിലോട്ടൊരു ഓർമ്മ വരും. ഹീറോയിൻ ഇവിടെ വന്നപ്പോൾ ഹീറോയിന്റെ ഫോണിലോട്ട് യൂറോപ്യൻകാരന്റെ വൈഫായിട്ടുള്ള ചൈന ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചൈന ലേഡി വിളിച്ചിട്ട് ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം, വേറെ ആരുമല്ല പറഞ്ഞത്, ഹീറോ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് യൂറോപ്യൻകാരൻ ഹീറോയിന്റെ കമ്പനിയായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ കൂളിംഗ് ഓഫ് പീരീഡിലാണെന്ന് അറിഞ്ഞു, പക്ഷേ കമ്പനിയായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഹീറോ നമ്മുടെ മുമ്പിൽ സമ്മതിച്ചു തന്നു, നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവാണ്, കൂളിംഗ് ഓഫ് പീരീഡിലാണെന്ന്. അതായത് ഹീറോയിനെ വെച്ചിട്ടല്ല ആ കമ്പനിയിൽ കൊളാബ് ചെയ്തത്, ആ കമ്പനിയുടെ വർത്ത് കാരണമാണ് യൂറോപ്യൻകാരൻ കൊളാബ് ചെയ്തത്, ഒരിക്കലും ഹീറോയിൻ കാരണമല്ല. പക്ഷെ അത് ഹീറോയിനോട് ഹീറോ പറഞ്ഞിട്ടില്ലായിരുന്നു. ഹീറോയിന് മനസ്സിലായി ഹീറോ മാറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ഹീറോയിനോട് പറഞ്ഞാൽ അവള് വിശ്വസിക്കുമെന്ന് അവൻ അറിയത്തില്ല. അതുകൊണ്ടാണ് അവൻ ഈ കാര്യം ഹീറോയിനോട് പറയാത്തത്. ഇപ്പൊ ഇത് ആലോചിക്കുമ്പോൾ ഹീറോയിന് വിഷമവും. ഹീറോയിന് മനസ്സിലായി ഹീറോ അവളെ മനസ്സറിഞ്ഞ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അതുമല്ല, ഹീറോയിൻ ആ ഹെയർ പിൻ അവിടെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. ആ ലേഡിയുടെ തലേന്ന് ഊരിപ്പോയ ആ ഹെയർ പിൻ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ആ ബാർ ലേഡി വരും. ബാർ ലേഡി കുടിക്കാനായിട്ട് എന്തോ കൊണ്ടുവന്നതാണ്. അതുകൊണ്ടൊന്ന് ഹീറോയ്ക്കും ഹീറോയിന് കൊടുക്കുമ്പോഴാണ് ഈ ലേഡി ശ്രദ്ധിക്കുന്നത് ഹീറോയിന്റെ ഡെസ്കിൽ ആ ലേഡിയുടെ ഹെയർ പിൻ ഉണ്ടെന്ന്. ആ ഹെയർ പിന്നെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കും. ആ ഹെയർ പിൻ ഈ ആർട്ടിസ്റ്റ് കല്യാണ ദിവസം ആ ലേഡിക്ക് കൊടുത്തതാണ് ഒരു സമ്മാനമായിട്ട്. ആ ലേഡി അത് ഇപ്പോഴും ധരിക്കണമെന്നുണ്ടെങ്കിൽ ആ ലേഡിക്ക് ആർട്ടിസ്റ്റിനെ ഇഷ്ടമാണെന്നല്ലേ. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വയ്യ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന്. ഈ ലേഡി ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. ഹീറോയ്ക്കും ഹീറോയിനും മനസ്സിലായി ആ ഹെയർ പിൻ ഇപ്പോഴും ധരിക്കണമെന്നുണ്ടെങ്കിൽ ആ ലേഡിക്ക് അയാളെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ സമ്മതിച്ചു കൊടുക്കാൻ വയ്യ, ഈഗോ പ്രശ്നം
പ്രശ്നം. അതുപോലെ തന്നെ അയാൾക്ക് ആ ലേഡീനെ ഇഷ്ടമാണ്. ആ ലേഡിക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ പുതിയതായിട്ട് ഓരോ ആർട്ട് വർക്ക് പഠിക്കാനായിട്ട് പോകുന്നത്, ആ ലേഡിക്ക് വേണ്ടി മാറാനായിട്ട്. എന്നാൽ അയാളെ സമ്മതിച്ചു കൊടുക്കത്തില്ല. അയാൾക്കും അഭിമാന പ്രശ്നമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമാന പ്രശ്നമുണ്ട്. ഇവർ രണ്ടുപേരും ഒന്ന് നന്നായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കാന്ന് ഹീറോയ്ക്കും ഹീറോയിനും മനസ്സിലായി. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യും എന്തോ ഒരു കാര്യം. കട്ട് ചെയ്താൽ ഹീറോ ആർട്ടിസ്റ്റിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അവന്റെ ആ ഹെയർ പിന്നും ഉണ്ട്. ആ ഹെയർ പിൻ കൊണ്ടുവന്ന് ആർട്ടിസ്റ്റിനെ കാണിച്ചിട്ട് പറയും, ഇത് തരാൻ പറഞ്ഞത് ആ ലേഡിയാണ്, നിങ്ങളെ ഒരു സ്ഥലത്തോട്ട് വിളിക്കുന്നുണ്ടെന്ന്. എന്നാൽ ഇയാൾ ഇത് ആദ്യം വിശ്വസിക്കത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ ഞാൻ പോവാന്ന് പറഞ്ഞ് ഹീറോ പോവാൻ നിൽക്കുമ്പോൾ അയാൾ വിശ്വസിക്കും. ആ ഹെയർ പിൻ ഇങ്ങോട്ട് ഞാൻ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു റെസ്റ്റോറന്റിൽ പോകാൻ സമ്മതിക്കും. ആ ലേഡി ആ റെസ്റ്റോറന്റിൽ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ ലേഡി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹീറോയിൻ ആ ലേഡിനെ കാണാൻ വന്നിട്ടുണ്ട്. ഹീറോ അയാളെ കാണാൻ ചെന്ന സമയത്ത് ഹീറോയിൻ ആ ലേഡിനെ കാണാൻ വന്നിട്ടുണ്ട്. ആ ലേഡിയോട് വന്നിട്ട് പറയും, നിങ്ങളുടെ ഒരു ഹെയർ പിൻ കാണാതെ പോയില്ലേ, അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സാധനമല്ലേ, അത് ആരുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം, അത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഉണ്ട്, ഹസ്ബൻഡ് നിങ്ങൾക്ക് വേണ്ടി റെസ്റ്റോറന്റിൽ വെയിറ്റിംഗ് ആണ്, നിങ്ങളെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത് കള്ളത്തരത്തിലൂടെ ഇവരെ ഒന്നിപ്പിക്കാൻ നോക്കുന്നതാണ്. ആ ലേഡി ആകെ ദേഷ്യപ്പെട്ട് തൊട്ടടുത്തിരുന്ന ആരോടോ ആ കട നോക്കാൻ പറഞ്ഞിട്ട് എന്റെ ഹെയർ പിൻ എടുത്തോണ്ട് പോയാൽ ഇന്ന് റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റിലോട്ട് ഓടും. ആ ലേഡി റെസ്റ്റോറന്റിൽ ചെല്ലുമ്പോൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഈ ലേഡി വന്നിട്ട് നല്ല രീതിയിൽ സംസാരിക്കും എന്നുള്ള രീതിയിൽ ആ ലേഡി വന്നിട്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എന്റെ ഹെയർ പിൻ എടുക്കും, മര്യാദയ്ക്ക് എന്റെ ഹെയർ പിൻ താടാന്ന് പറയുമ്പോൾ നീ അല്ലേ ഇത് എനിക്ക് കൊടുത്തയച്ചെന്ന് അയാൾ ചോദിക്കും. എന്നാൽ ഞാനോ, നിങ്ങളിപ്പോ പകല് സ്വപ്നം കാണുന്നെന്ന് ചോദിച്ച് ആ ലേഡി വഴക്കിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും നല്ല ദേഷ്യത്തില്. ഹീറോയിൻ ഈ സമയം പുറത്തിരിപ്പുണ്ട്. ഇപ്പൊ അടി കിട്ടി കാണുമോ അതോ ഒന്നിച്ച് കാണുമോ എന്ന് അറിയാൻ പാടില്ലാതെ ആ സമയമായിരിക്കും ആ ലേഡി പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്. അവർക്ക് മനസ്സിലായി അടിയായെന്ന്. ആ ലേഡിയുടെ പിന്നാലെ തന്നെ അയാൾ ഇറങ്ങി വന്നിട്ടുണ്ട്. നീയൊക്കെ കള്ളന്മാരാന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. ഹീറോയിൻ ആണെങ്കിൽ ആ ലേഡിയുടെ പിന്നാലെ ഓടിച്ചെല്ലും. അതുപോലെ തന്നെ ഹീറോ അയാളുടെ പിറകെ ഓടിച്ചെല്ലും. രണ്ടുപേർക്കും അവരെ ഒന്നിപ്പിച്ചാല് അവർക്ക് നല്ല ലാഭമായിരിക്കും. ഹീറോ അയാളുടെ പിന്നാലെ ചെന്നിട്ട് അയാളെ പിടിച്ചു നിർത്തും. എന്നാൽ നീയൊക്കെ കള്ളന്മാരാ, നീയൊക്കെ മോശപ്പെട്ട ആൾക്കാരാന്ന് പറഞ്ഞിട്ട് അയാൾ പോവാൻ നിൽക്കുമ്പോൾ ഹീറോ പറയും, എനിക്കറിയാം നിങ്ങളെ അവർക്ക് ഇഷ്ടമാണെന്ന്, അല്ലാതെ നിങ്ങൾ ആർട്ട് വർക്ക് പഠിക്കാൻ പോകത്തില്ലല്ലോ, പക്ഷെ നിങ്ങൾ അഭിമാന പ്രശ്നം കാരണം അത് സമ്മതിക്കില്ല, എന്നാൽ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പോകാൻ നിൽക്കുമ്പോൾ ഹീറോ അയാളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഞാനും ഇങ്ങനെയായിരുന്നു, ഞാനും ഡിവോഴ്സിന്റെ വക്കിലാണ് നിൽക്കുന്നത്, എനിക്ക് അഭിമാന പ്രശ്നം ഉണ്ടായിരുന്നു, അവളുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ എനിക്ക് അഭിമാന പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാൽ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കത്തില്ല, നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ ലേഡിക്ക് നിങ്ങൾ ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ അവർ ആ ഹെയർ പിൻ ധരിക്കേണ്ട കാര്യമുണ്ടോ, ഒരിക്കലും ഇല്ല, നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെന്ന്. ഇത് കേൾക്കുമ്പോൾ അയാളൊന്ന് കൂളാവും. അയാൾ ഹീറോനോട് പറയും, സത്യം പറഞ്ഞാൽ എനിക്ക് അവരിഷ്ടമാണ്, പക്ഷെ അവരോട് പറയാൻ എനിക്കറിയില്ല എന്ന്. അയാൾ സമ്മതിച്ചിട്ടുണ്ട് ആ ലേഡീനെ കണ്ട് സംസാരിക്കാന്ന്. ഇനിയും വെച്ച് താമസിക്കുകയാണെങ്കിൽ അവരെ നഷ്ടപ്പെട്ടു പോകും ഇയാൾക്ക്. അത് ഇയാൾക്ക് മനസ്സിലായി. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ നേരം ഹീറോയിൻ ആ ലേഡിയുടെ പിന്നാലെ വന്ന ആ ലേഡീനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ആ ലേഡിയോട് പറയും, നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അയാൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എന്നാൽ ആ ലേഡി വിശ്വസിക്കുന്നില്ല. അയാൾക്ക് ആ പ്രത്യേകതരം കളർ ഉണ്ടാക്കുന്ന ആളെയാണ് വേണ്ടത്, അല്ലാതെ സ്നേഹമായിട്ടുള്ള ഒരു ഭാര്യനെ അല്ലാന്ന്. പക്ഷെ ഹീറോയിൻ പറയും, അയാൾ നല്ല കഴിവുള്ള വ്യക്തിയാണ്, അയാൾ വിചാരിച്ച ആ കളർ ഉണ്ടാക്കാന്നേ ഉള്ളൂ, നിങ്ങളുടെ ആവശ്യമില്ല. പക്ഷെ അയാൾക്ക് കളറിനെ അല്ല വേണ്ടത്, അന്ന് അയാളുടെ കൂടെ നിന്ന ആ ലേഡീനെയാണ് വേണ്ടത്, ആ ഭാര്യനെയാണ് വേണ്ടത്. എന്നിട്ടും ആ ലേഡി കേൾക്കുന്നില്ല. അവർ പോവാൻ നിൽക്കുമ്പോൾ ഹീറോയിൻ പറയും, ഞാനും ഇങ്ങനായിരുന്നു, ഞാൻ എന്റെ ഭർത്താവിനെ വിശ്വസിച്ചിട്ടില്ല, അവൻ കാണിക്കുന്നതെല്ലാം കള്ളസ്നേഹമാണെന്ന് ഞാൻ വിശ്വസിച്ചു, എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല, അവൻ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടതാണ്, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഭർത്താവും, ഇത് കണ്ടോന്ന് പറഞ്ഞിട്ട് ഫോണിലുള്ള വീഡിയോ എടുത്ത് കാണിക്കും. അയാൾ മ്യൂസിയത്തിൽ പോകുന്നത് ഈ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അയാൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് മ്യൂസിയത്തിൽ പോകുന്നത്. ഇത് കാണുമ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലാവും അയാൾക്ക് ഭാര്യനെ ഇഷ്ടമാണെന്ന്. പക്ഷേ അവര് സമ്മതിച്ചു കൊടുക്കുന്നില്ല, അവർക്ക് ഈഗോ പ്രശ്നമുണ്ട്. എന്നാൽ പിന്നെ അയാൾക്ക് നേരിട്ട് വന്ന് സംസാരിച്ചൂടെ, പിള്ളേരെ പറഞ്ഞു വിട്ടിട്ടാണോ എന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ലേഡി പോകാൻ നിൽക്കുമ്പോൾ അയാൾ അങ്ങോട്ട് വരും. അയാൾ വന്നിട്ട്, ആരാ പറഞ്ഞ നിന്നോട് നേരിട്ട് സംസാരിക്കത്തില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ആ ലേഡിയും അയാളും കണ്ണും നോക്കി നിൽക്കും. അവർ രണ്ടൊരു ഈഗോ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് എല്ലാം തീർക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ ലേഡി അവിടെ നിന്ന് പോകാൻ നിൽക്കും ഇയാളോട് പിണങ്ങിയിട്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കളർ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചിട്ട്. എന്നാൽ അയാൾ പറയും, എനിക്ക് സ്വന്തമായിട്ട് കളർ ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷെ എനിക്ക് കളറല്ല ആവശ്യം, ആ കളർ ഉണ്ടാക്കുന്ന ആളെയാണ് ആവശ്യം, അതായത് ആ ഭാര്യനെയാണ് ആവശ്യം എന്ന് പറയും. ഇത് കേൾക്കുന്ന ആ ലേഡി ആണെങ്കിൽ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കും. അയാളാണെങ്കിൽ ഇവരെ തന്നെ നോക്കി നിൽക്കും. ഹീറോയ്ക്കും മനസ്സിലായി ഇവര് തമ്മിൽ ഒന്നിച്ചു എന്ന്. പിന്നീട് ഹീറോയിനും അവരെ വീട്ടിൽ കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അവർ പോകുന്ന സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. പോകുന്ന സമയത്ത് ഹീറോയിനെ എന്തോ ഒരു ഡ്രാമയ്ക്ക് വിളിക്കുന്നുണ്ട്. ഹീറോ നേരത്തെ അഭിനയിച്ചില്ലായിരുന്നു ആ ഡ്രാമയ്ക്ക് തന്നെ. ഈ സമയം അകത്ത് രണ്ടുപേര് ഡൈ ചെയ്യാണ് കേട്ടോ. അവര് പഴയതുപോലെ ഒന്നിച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഹീറോയിൻ അവന്റെ പ്രോഗ്രാം കാണാൻ പോയിട്ടുണ്ട്. അവള് ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കാണുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവിടെ ഭാര്യയ്ക്ക്, ആ കഥാപാത്രത്തിലെ ഭാര്യയ്ക്ക് എന്തോ ഒരു തെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചീറ്റിംഗ് അല്ല, വേറെന്തോ തെറ്റാണ്. ആ ഭാര്യ സ്നേഹം കാണിക്കുന്ന സമയത്ത് അവൻ തിരിച്ച് സ്നേഹം കാണിച്ചില്ല. അങ്ങനെ ഒരു സ്ക്രിപ്റ്റാണ്. അതിന് ശിക്ഷയായിട്ട് അവന്റെ തല വെട്ടിക്കളയാൻ നിൽക്കുമ്പോൾ ഭാര്യ സമ്മതിക്കത്തില്ല. അവിടുത്തെ രാജാവിനോട് അത് വേണ്ട, ആ ഭാര്യയ്ക്ക് 3 ആഗ്രഹമുണ്ട്, അതിലൊരാഗ്രഹം ആ രാജാവിന്റെ ചെവിയിൽ പറയും. അതനുസരിച്ച്
ഹീറോയിന്റെ മുതുകത്തൊരു പലക വെച്ചിട്ട് പലതവണയായിട്ട് ചാക്കെടുത്ത് മണ്ടയിലിടും. ഓരോ ചാക്കായിട്ടിടും. അവനെ കൊണ്ട് അത് താങ്ങി നിർത്താൻ പറ്റുന്നില്ല. അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനോട് ചോദിക്കും ഇത്ര ശിക്ഷ കൊടുത്താൽ മതിയോന്ന്. ആ നാറികളായിട്ടുള്ള ഓഡിയൻസ് എന്താ പറയുന്നതെന്ന് അറിയാമോ? അതൊരു മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നില്ല, പോരാ ഇനി ശിക്ഷ കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ അതൊരു കഥാപാത്രമാണെന്ന് ചിന്തിക്കുന്നില്ല. ആ പാവം മനുഷ്യന്റെ തലയിൽ കുറെ ചാക്കെടുത്ത് വെക്കും. ഒരു ചാക്ക് തന്നെ 10-30 കിലോ വരത്തില്ലേ? അങ്ങനെ ഒരു 7-8 ചാക്കെടുത്ത് അങ്ങ് വെക്കും. ഹീറോയ്ക്കാണെങ്കിൽ അത് താങ്ങാൻ പറ്റുന്നില്ല. അവൻ കാലൊക്കെ വിറച്ചിട്ട് തറയിൽ വീഴും. അത് അവന്റെ മണ്ടയിൽ കൂടെ വന്ന് വീഴും. ഹീറോയിൻ ഇത് കാണുമ്പോൾ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതായത് അവൻ ആ ശിക്ഷ ഏറ്റെടുത്തില്ലേ, ഹീറോയിന്റെയും ജീവിതം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് കരച്ചിൽ വന്നത്. ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഹീറോ എണീറ്റ് നിന്ന് പറയും എനിക്ക് അവളുടെ സ്നേഹം മനസ്സിലായില്ല. അവളെ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് അവളുടെ സ്നേഹം മനസ്സിലായത്. അവൾ എനിക്ക് എന്തായിരുന്നു എന്ന് അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അവളെ ഒന്നും കൂടെ സ്നേഹിക്കാനായിട്ട് ചാൻസ് തന്നതിന് നന്ദി എന്ന് പറയും. ആരോടാ പറയുന്നത്? ഹീറോയിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. അവൾ ഒന്നും കൂടെ അവന് ചാൻസ് കൊടുത്തില്ലേ? അതുമല്ല, ആ ഫാരിക്ക് ഭർത്താവിനെ കൊല്ലാൻ താല്പര്യമില്ലായിരുന്നു, കഥാപാത്രമായിട്ടുള്ള ഫാരിക്ക്. കാരണം ഒരു ചാൻസ് കൂടെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇയാൾ നന്നാവും, വേറൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, സ്നേഹിക്കാത്തതല്ലേ ഉള്ളൂ. ഇതൊക്കെ ഹീറോയിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ എല്ലാവരും കൈയടയ്ക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു കഥാപാത്രം ചെയ്തത്. ഹീറോയിൻ ആണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞിട്ട് സ്റ്റേജിന്റെ അങ്ങോട്ട് ഓടിച്ചെല്ലും. അതുപോലെ തന്നെ ഹീറോയിൻ മുമ്പിലോട്ട് ഓടിച്ചെല്ലും. ഇവർ ഓടിച്ചെല്ലുമ്പോൾ സീൻ അങ്ങ് ട്രാൻസ്ഫോം ആവും. ഇവരേതോ ഒരു കെട്ടിടത്തിന്റെ മണ്ടയിൽ നിൽക്കുന്നതായിട്ട് രണ്ടുപേരും കൂടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങും. കുറെ നാളായില്ലേ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉമ്മ വയ്ക്കുന്നുണ്ട്. അവര് തമ്മിലുള്ള പ്രശ്നമൊക്കെ അവര് തന്നെ തീർത്തു. ചെറിയ ചെറിയ പ്രശ്നമായിരുന്നു, അത് അവര് പറഞ്ഞു തീർത്തു. കട്ട് ചെയ്താൽ ഹീറോയിന്റെ കമ്പനിയാണ് കാണിക്കുന്നത്. ഇപ്പൊ അവിടുത്തെ ഹെഡ് സിസ്റ്ററാണ് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നയിക്കുന്നത് ഓരോ ജോലിക്ക്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പൈസയുടെ സപ്ലൈ കൊണ്ട് അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. ആ നേരം അങ്ങോട്ട് വരം വന്നിട്ട് ലോൺ കിട്ടിയില്ല എന്ന് പറയും. നേരത്തെ വരൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററിനോട്. കാരണം 1 മില്യൺ മറിക്കാനായിട്ട്. 1 മില്യൺ മിസ്സിംഗ് ആയില്ലായിരുന്നോ? അതുകൊണ്ട് തന്നെ അത് മറിക്കാനായിട്ട്. എന്നാൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടത്തില്ല. അവൻ പല ബാങ്കിൽ പോയി അന്വേഷിച്ചിട്ടും അവർ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഇതേക്കുന്ന സിസ്റ്ററിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹീറോയിനോട് കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ അവൾ ടെൻഷൻ അടിക്കും. ആ സമയമായിരിക്കും ഹീറോയിൻ ഫോണിലോട്ട് വിളിച്ചിട്ട് സിസ്റ്ററിനോട് പറയും 2 ദിവസം കൂടെ അവൾ ആ സ്ഥലത്ത് നിൽക്കാൻ പോവാണ്, അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോന്ന്. എന്നാൽ സിസ്റ്റർ സത്യമൊന്നും പറയുന്നില്ല. അതൊന്നും സാരമില്ല, നീ പതിയെ നിന്നിട്ട് വന്നാൽ മതി, ഇവിടത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇവിടെ കുഴപ്പമൊന്നും ഇല്ല എന്ന് കള്ളം പറയും. ഹീറോയിന് വിഷമാവാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവൾ സ്ട്രെസ് അടിക്കാതിരിക്കാനായിട്ട്. ഫോൺ കട്ട് ചെയ്യുമ്പോൾ സിസ്റ്ററിന് നല്ല ടെൻഷനുണ്ട്. കാരണം ലോൺ കിട്ടിയിട്ടില്ല. ഈ ഫാക്ടറിയിൽ നേരത്തെ തന്നെ പൈസ അടയ്ക്കണം, ഇല്ലെങ്കിൽ അതിന് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അത് ഇച്ചിരി നല്ല എമൗണ്ട് ആവും. എന്തായാലും വരൻ സമാധാനിപ്പിക്കും. ഇനിയുള്ള എല്ലാ ബാങ്കിലും ഞാൻ പോയി ചോദിച്ചിട്ട് ലോൺ എടുക്കാന്ന് പറഞ്ഞിട്ട്. ഈ വരൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയാൻ പാടില്ല. ഇവൻ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. ഇവന്റെ ഉള്ളിൽ ആ വൈരാഗ്യ ബുദ്ധി കിടപ്പുണ്ട്. അടുത്ത സീനിൽ ആ ലോയറിനെയാണ് കാണിക്കുന്നത്. ലോയർ ഒരു വൈനൊക്കെ എടുത്തോണ്ട് വന്ന് കൂട്ടുകാരിക്കും കൊടുത്തിട്ട് അവനും കുടിക്കും. ലോയർ പറയും ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ജീവിതകാലം മുഴുവനായിട്ട് ഹീറോയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചു, എന്നിട്ട് അവൻ എന്താ ചെയ്തത്? അവൻ നിന്നെ മൈൻഡ് പോലും ആക്കിയില്ല. ലോയറിന് അവളോട് താല്പര്യമുണ്ട്. എന്തായാലും മറ്റവള് കുടിച്ച ലെക്കില് ഓരോ കഥകൾ പറയും. ഹീറോയും ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ കൂട്ടുകാരിയുടെ ചേച്ചി എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന്. ഇവളിൽ നല്ല കഥകളൊക്കെ പറയും. ലണ്ടനിൽ പഠിക്കുന്ന സമയത്ത് ഹീറോയും ഇവളുടെ ചേച്ചിയായിട്ട് കമ്മിറ്റഡ് ആയി. അതിനുശേഷം ചേച്ചി പ്രഗ്നന്റ് ആയി. പക്ഷെ ബാക്കി പറയുന്നില്ല. അവള് ഫുള്ളായിട്ട് പറയുന്നില്ല ലോയറിനോട്. ലോയർ കൂടുതൽ ചോദിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിലും അവള് മുഴുവനായിട്ട് പറയുന്നില്ല. അവൾക്കറിയാം പറഞ്ഞാൽ പണി കിട്ടുമെന്ന്. എല്ലാ സത്യങ്ങളും അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഈ നേരം സ്പൈയുടെ ബോസിനെ കാണിക്കുകയാണെങ്കിൽ സ്പൈ ബോസിനെ വന്ന് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ വില്ലൻ ബോസിനോട് പറയും ഹീറോയിനും ഒന്നിച്ചു കഴിഞ്ഞു, ഇനി അതെടുത്ത് ഒരു പ്രശ്നമാക്കാൻ പറ്റത്തില്ല, ആൾക്കാർ വിശ്വസിക്കത്തില്ല എന്ന്. ഈ ബോസിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ഈ ബോസിനെ കാണാനായിട്ട് വക്കീല് വരുന്നുണ്ട്, ലോയർ വരുന്നുണ്ട്. ഈ ലോയറിന്റെ വളർത്തച്ഛനാണ് അയാള്. ഹീറോയിന്റെ കാര്യം എന്തായി? ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ലോയറിന് പ്രത്യേകം ഒന്നും കിട്ടിയിട്ടില്ല. ഒരു സത്യങ്ങൾ പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളർത്തച്ഛന് ദേഷ്യം വന്നിട്ട് വളർത്തച്ഛൻ അയാൾ കളിച്ചോണ്ടിരുന്ന ഗോൾഫിന്റെ ബാറ്റ് എടുത്ത് അവന്റെ വയറ്റിൽ ഒറ്റ അടിയാണ്. അവൻ അടി കൊണ്ട് അവിടെ കിടന്നു പോകും. അവന് നല്ല വേദന എടുക്കുന്നുണ്ട്. തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വളർത്തച്ഛനല്ലേ. സ്പൈ ഇതൊക്കെ നോക്കി അവിടെ തന്നെ നിൽപ്പുണ്ട്. വീണ്ടും സിസ്റ്ററിനെ കാണിക്കുകയാണെങ്കിൽ സിസ്റ്ററിന്റെ അടുത്ത് വരം വന്നിട്ടുണ്ട്. ഏതോ ഒരു ബാങ്കിൽ അവൻ മാറി കയറിയപ്പോൾ അവന് ലോൺ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ബാങ്കിൽ പോകണം, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പോകണം. പിന്നെ എന്തോ ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യാനായിട്ട് സിസ്റ്ററിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തോ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ അവൾ ഈ പേജൊക്കെ മറിച്ച് നോക്കാൻ നിൽക്കുമ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. ഇവിടാണ് സൈൻ എന്ന് പറഞ്ഞ് അവളെ പറ്റിച്ച് അവൻ സൈൻ വാങ്ങുന്നുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല, പക്ഷെ പറ്റിച്ച് സൈൻ വാങ്ങുന്നുണ്ട്. സിസ്റ്റർ ആണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാതെ അവനെ വിശ്വസിച്ച് സൈൻ ഇട്ടങ്ങ് കൊടുക്കുകയാണ്. ഇവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, പക്ഷെ അറിയാൻ പാടില്ല. പിറ്റേ ദിവസം ഹീറോ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അവന്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് കമ്പനിയിൽ വന്നിട്ടുണ്ട്. കമ്പനിയിൽ വരുമ്പോൾ അവന് ഭയങ്കര സന്തോഷം. കാണുന്ന എല്ലാവരും ചിരിച്ച് കാണിക്കും. അതുപോലെ തന്നെ അവന്റെ അസിസ്റ്റന്റിനോട് അവന്റെ മുടി കൊള്ളാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. അസിസ്റ്റന്റിനോടൊക്കെ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഹീറോ നല്ല സന്തോഷപ്പെട്ട് അവന്റെ അച്ഛനെ ചെന്ന് കാണും. അച്ഛന് നല്ല സന്തോഷം, കാരണം ഒരുപാട് പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹീറോ പണ്ട് വാങ്ങിച്ച ആ ലാൻഡ് ഇല്ലേ, അത് പണ്ട് തരിശു ഭൂമിയായിരുന്നു, ഒട്ടും വിലയില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ അത് ഗവൺമെന്റ് ആയിട്ട് തന്നെ എന്തോ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നല്ല വില കിട്ടി.
കിട്ടും. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഹീറോനെ അവിടെ പിടിച്ചിരുത്തും. ഹീറോനോട് പറയും, നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടില്ലായിരുന്നോ, നീ ഈ പ്രോജക്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിന്നെ ബോർഡ് മെമ്പർ ആക്കാന്ന്. നീ യൂറോപ്യൻകാരനുമായിട്ടുള്ള പ്രോജക്റ്റ് കൊളാബ് ചെയ്തിട്ടുണ്ട്, ഇനി നിനക്ക് ബോർഡ് മെമ്പർ ആവാം, നമുക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി നിന്നെ ബോർഡ് മെമ്പർ ആക്കാന്ന്. അതുപോലെ തന്നെ അച്ഛൻ അവന്റെ ബിസിനസ്സുമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കും നമുക്കും ഉയർച്ചയാണ് ഉണ്ടാകുന്നത്, അല്ലാതെ ഒരാൾ അടിച്ചു താഴ്ത്തിയിട്ടല്ല മറ്റൊരാൾ കയറി വരേണ്ടത്. ഇതൊക്കെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഹീറോയ്ക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹീറോയിന്റെ ബന്ധം പോലാണ്, ഒരു റിലേഷൻഷിപ്പ് പോലാണ്. ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് മുൻപോട്ട് പോകത്തില്ല. ബിസിനസ്സും അതുപോലെ തന്നെയാണ്, ഒരാളെ അടിച്ചു താഴ്ത്തിയിട്ടല്ല നമ്മൾ കയറി വരേണ്ടത്. മനസ്സിലായോ? എന്തായാലും അച്ഛനെ കണ്ടിട്ട് ഹീറോ അവന്റെ ജോലി ചെയ്യാനായിട്ട് സന്തോഷപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. ഈ സമയം ഹീറോയിൻ ആണെങ്കിൽ എന്തോ ഒരു ബൊക്കെ നോക്കി നിൽക്കാണ്. അത് വേറെ ആരും കൊടുത്തു വിട്ടല്ല, നമ്മുടെ ഹീറോ കൊടുത്തു വിട്ടയാണ്. ആ സമയം അങ്ങോട്ട് പ്ലേ ബോയ് കയറി വരും. പ്ലേ ബോയ്ക്ക് ഹീറോയിന് ഇഷ്ടമാണല്ലോ, അവള് പിന്നാലെ നടക്കില്ലെന്ന് പറഞ്ഞാലും അവന് ഇഷ്ടമാണ്. അവനൊരു ബൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവൻ കൊണ്ടുവന്ന ബൊക്കെ ചെറുതാണ്, ഹീറോ കൊടുത്തുവിട്ടതാണെങ്കിൽ വലിയൊരു ബൊക്കെയാണ്. അവൻ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ആ പൂവ് കണ്ടിട്ട്. എന്തായാലും അത് കൊണ്ടുവന്ന് ഹീറോയിന് കൊടുക്കുമ്പോൾ ഹീറോയിൻ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് പറയും. അവൻ അവിടെ പിടിച്ചിരിച്ച് സംസാരിക്കും. അവന് മനസ്സിലായി ഹീറോയിനും ഒന്നിച്ചൊന്ന്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു, ആ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ കൊള്ളായിരുന്നു എന്ന് പറയും. അതുമല്ല ഹീറോയിൻ അവന് പറഞ്ഞു കൊടുക്കും, ഒരു കല്യാണ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല, രണ്ടുപേർക്കും അതിൽ നേട്ടം വേണം. ഒന്നെങ്കിൽ ആ റിലേഷനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സ്നേഹം വേണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മ്യൂച്വൽ നീഡ് വേണം. എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിലും അതിൽ ഗുണം വേണം. ഒരാളെ കൊണ്ട് മറ്റൊരാൾക്ക് നേട്ടം വേണം. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ടൊരു നേട്ടം വേണം, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ കൊണ്ടൊരു നേട്ടം വേണം. രണ്ടുപേർക്കും മ്യൂച്വൽ നീഡ് വേണം, അല്ലെങ്കിൽ അതിനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സ്നേഹം വേണം. ഹീറോയിന്റെയും ബന്ധം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഉണ്ട്. സ്നേഹമുണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ നീഡും ഉണ്ട്. ഹീറോയിനെ കൊണ്ട് ഹീറോയിന് ഉപകാരമുണ്ട്, ഹീറോയിനെ കൊണ്ട് ഹീറോയ്ക്ക് ഉപകാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ ഒരു ചാൻസ് ഇല്ല. ഹീറോയിന് വേണ്ടി വിധിക്കപ്പെട്ടവനാണെന്ന് അവനോട് പറയും. അവൻ വിഷമിച്ചിട്ട് അവളോട് ചോദിക്കും, ഇനിയിപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാവുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന്. എന്നാൽ ഹീറോയിൻ പറയും, അങ്ങനെയൊന്നും നീ കാത്തിരിക്കേണ്ട, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന്. ഹീറോയിന് എല്ലാ സത്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞു. ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു. അവൻ ഹീറോയിനോട് പറയും, ഇനി എന്തേലും പ്രശ്നം വന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണും, എന്തേലും പ്രശ്നം വന്നാൽ എന്നെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വിഷമിച്ചിട്ട് സന്തോഷം പുറത്ത് കാണിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. അവൾ അവനോട് നേരത്തെ പറഞ്ഞായിരുന്നു പിന്നാലെ നടക്കല് ചാൻസ് ഇല്ല എന്ന്. പക്ഷെ അവൻ അത് കേട്ടില്ല, പിന്നെ നടന്നു. ഇപ്പൊ കുറച്ചുകൂടെ വിഷമിക്കേണ്ടി വന്നു. കട്ട് ചെയ്താൽ വക്കീലിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഹീറോന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ആ സമയം അവന്റെ ഫോണിലോട്ട് സ്പൈ വിളിക്കും. സ്പൈ വിളിച്ചിട്ട് അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഹീറോന്റെ എല്ലാ കാര്യങ്ങളും പതിയെ ശരിയായി വരികയാണ്. അവന്റെ റിലേഷൻഷിപ്പ് ശരിയായിട്ടുണ്ട്, അതുപോലെ തന്നെ കമ്പനിയിലുള്ള എല്ലാ കാര്യങ്ങളും ശരിയാവുന്നുണ്ട്, ബിസിനസ് എല്ലാം മുൻപോട്ട് പോകുന്നുണ്ട്. അവൻ അതുമാത്രമല്ല ബോർഡ് മെമ്പറോട് ആക്കാൻ പോവാണ്. ഇവന്മാർക്ക് ഇതൊന്നും കൊണ്ട് സഹിക്കുന്നില്ല, ഇതെങ്ങനെങ്കിലും നിർത്തണമെന്ന് പറയും. ഈ സമയം വക്കീല് പറയും, കഴിഞ്ഞ രാത്രി കൂട്ടുകാരി കുടിച്ചിട്ട് എന്തോ ഒരു പ്രഗ്നന്റിന്റെ കാര്യം പറഞ്ഞു. അവളുടെ സിസ്റ്ററും ഹീറോയിൻ റിലേഷനിലുണ്ടായിരുന്നു, എന്നാൽ സിസ്റ്റർ പ്രഗ്നന്റ് ആയി. പക്ഷെ അത് ആരുടെ കുട്ടിയാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് ഹീറോന്റെ കുട്ടിയായിരിക്കണം. അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ അന്വേഷിക്കുകയാണെങ്കിൽ അവനെ പൂട്ട എന്തെങ്കിലും കിട്ടുമെന്ന് ഇവന്മാര് പ്ലാൻ ഇടുന്നുണ്ട്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് അറിയാൻ പാടില്ല. പിന്നീട് വക്കീല് വന്ന് കൂട്ടുകാരിയെ കാണും. കൂട്ടുകാരിയാണെങ്കിൽ അവന്റെ കൈ കണ്ടിട്ട് ആകെ വിഷമിച്ചു പോകും. ഇവൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇവന്റെ അടുത്ത് ഓരോ തമാശയൊക്കെ പറഞ്ഞു വന്നതാണ്. ഇവൾക്ക് സാധാരണ ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവനാണ്. ഇവൻ ഇവളുടെ കൂടെ തന്നെ ഉണ്ട്, ഹീറോ അറേഞ്ച് ചെയ്തതല്ലേ. ഇന്ന് എന്താ കഴിക്കാനെന്ന് ചോദിച്ചിട്ട് വരുമ്പോഴാണ് അവന്റെ കൈ കണ്ടത്. എന്താ പറ്റിയെന്ന് ചോദിച്ച് അടുത്ത് ചെല്ലുമ്പോൾ അവൻ പറയും, ബോക്സിംഗിൽ പങ്കെടുത്തപ്പോൾ അറിയാതെ പറ്റിയതാണെന്ന്, ഇനി അങ്ങനെയൊന്നും ആവാൻ പാടില്ല, നോക്കി ബോക്സിംഗ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു മടക്ക് ചുരുട്ടി കൊടുക്കും. ഫുൾ കൈയില്ലേ അത് മടക്കി കൊടുക്കും. അവൾ അത്രയും സ്നേഹത്തോടെയാണ് അവനോട് പെരുമാറുന്നത്. ഇഷ്ടമാണോന്ന് അറിയാൻ പാടില്ല, എന്നാൽ കെയറിങ് ആണ്. പിന്നീട് അവള് പോയി അടുക്കളയിലെ കുറച്ച് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ വന്നിട്ട് അവളോട് പറയും, ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നീ വിഷമിക്കാൻ പാടില്ല, ഹീറോയിനും ഒന്നായെന്ന്. പക്ഷെ അവൾക്ക് ആദ്യം വിഷമം വന്നേലും ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവള് വിഷമം പുറത്ത് കാണിക്കുന്നില്ല. അവൻ പറയും, നിന്നെ അവൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, നീ ഇത്രയും നാൾ കാത്തിരുന്നിട്ട് നിന്നെ അവൻ സെലക്ട് ചെയ്തില്ല, പകരം ഹീറോയിനെ എടുത്തു എന്ന്. എന്നാൽ അവൾക്ക് അതിൽ ദേഷ്യമൊന്നുമില്ല. അവൾ കുടിക്കുമ്പോൾ മാത്രമേ ടോക്സിക് ആവുന്നുള്ളൂ, അല്ലാത്ത സമയത്ത് നല്ല പെൺകുട്ടിയാണ്. അവള് പറയും, ഹീറോ അവളെ ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണും, അതുകൊണ്ടല്ലേ ഹീറോയിനെ കല്യാണം കഴിച്ചത്. അതുമല്ല ഈ വക്കീല് ചോദിക്കും, കഴിഞ്ഞ രാത്രി നീ കുടിച്ചിട്ട് എന്നോട് പറഞ്ഞല്ലോ നിന്റെ സിസ്റ്റർ പ്രഗ്നന്റ് ആണെന്ന്, അതിനെപ്പറ്റി എന്താണ് നിനക്ക് പറയാനുള്ളത്? സിസ്റ്ററിന്റെ കുട്ടി ആരുടെയാണ്? ആ കുട്ടി ഇപ്പൊ എന്ത് ചെയ്യാണ്? പക്ഷെ കൂട്ടുകാരി പറയും, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയും. കൂട്ടുകാരി സത്യം പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല. രാത്രിയാകുമ്പോൾ ഹീറോയിൻ അതുപോലെ തന്നെ അനിയൻ, മോനാണ് ഹീറോ ആണെങ്കിൽ അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറോയിനും അനിയനും കൂടെ ഒരു ബുക്ക് എടുത്തു വെച്ചിട്ട് അവിടെ ഇരുന്നത് വായിക്കുന്നുണ്ട്. ഈ അനിയൻ വരച്ചതാണ്, ഹീറോയിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ബുക്കാണ്. അതിലൊരു പടം എടുത്ത് കാണിച്ചു കൊടുക്കും. ഹീറോയിൻ പോയതിനു ശേഷം അവന്റെ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര മൗനമായിരുന്നു, എന്തോ നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു. ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ ഒരു വീട്, അതിന് ചുറ്റും ചുഴലിക്കാറ്റ് കറങ്ങിയിട്ട് ആ വീട് നശിപ്പിച്ച ഫോട്ടോയാണ്. അതിനർത്ഥം ഹീറോയിൻ പോയതിനു ശേഷം അവരുടെ വീട്ടിന്റെ സ്ഥിതി എങ്ങനെയായിരുന്നു. രണ്ടാമത്തെ പടം രണ്ട് കരടികൾ പുറത്തോട്ട് നോക്കിയിരിക്കുന്നതാണ്. ഒരു കരടി
കരടി ഹീറോയും മറ്റേ കരടി അനിയനും രണ്ടുപേരും ഹീറോയിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഹീറോയിൻ ഇതൊക്കെ കാണുമ്പോൾ വിഷമവും. അവൻ അത്ര ക്രിയേറ്റീവായിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പടം എന്ന് പറയുമ്പോൾ വീട്ടിന്റെ മുമ്പിൽ ലൈറ്റ് ഇട്ട് വെച്ചേക്കുന്നതാണ്. ഹീറോയിൻ വഴി തെറ്റി വേറെ അങ്ങോട്ട് പോവാതിരിക്കാനായിട്ട് ലൈറ്റ് ഇട്ട് വെച്ചാണ് ഇതാണ് നമ്മുടെ വീട്, ഇങ്ങോട്ട് വരാനെന്ന് പറയുന്ന രീതിയിൽ. ഹീറോയിൻ ഇതൊക്കെ കാണുമ്പോൾ നല്ല വിഷമാവുന്നുണ്ട്. അവൻ ആ ക്രിയേറ്റീവായിട്ട് വരച്ചതാണ് ഹീറോയിൻ ഇല്ലാത്ത സമയത്ത്. ആ സമയം ഹീറോ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് അനിയനെയും ഹീറോയിനെയും കഴിക്കാനായിട്ട് വിളിക്കും. അനിയൻ കഴിക്കാനായിട്ട് പോയിട്ടും ഹീറോയിൻ പോകുന്നില്ല. അവൾ ആ ബുക്ക് നോക്കി വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് മനസ്സിലായി ഫാമിലി ഹീറോയിൻ പോയതിനു ശേഷം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് ഹീറോയ്ക്ക് ആ ബുക്ക് കാണണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ കാണണമെന്ന് പറയും. വാ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അവൻ അത് വാങ്ങിച്ചു വെക്കുന്നുണ്ട് പിന്നീട് നോക്കാന്ന് വിചാരിച്ചിട്ടെ. കാരണം കഴിക്കണം. ഹീറോയും അനിയനും ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അനിയൻ ചോദിക്കും ഇന്ന് ചേട്ടന്റെ കൂടെ കിടന്നോട്ടെ എന്ന്. ഹീറോയിൻ സമ്മതിക്കും കേട്ടോ. പക്ഷേ ഹീറോ സമ്മതിക്കുന്നില്ല, എന്നാലും സമ്മതമാണ്. എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് അവർ കിടക്കാനായിട്ട് പോകും. അനിയനാണെങ്കിൽ ആദ്യമേ കയറി കിടന്നിട്ടുണ്ട്. ഹീറോ അവിടെ നിപ്പുണ്ട്. ഞാൻ പോയി ചേച്ചീനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ചേച്ചീനെ വിളിക്കാനായിട്ട് പോകും നമ്മുടെ ഹീറോയിനെ. അവൻ വന്ന് ഹാളിൽ നോക്കുമ്പോൾ അവൾ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്തോ ബുക്കൊക്കെ വായിച്ച് എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഉറങ്ങിയത്. പതിയെ അവളുടെ ഇരിക്കുന്ന പേനയും ബുക്കും എല്ലാം മാറ്റും അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കാതെ. എടുത്തോണ്ട് പോയാൽ അവളുടെ ഉറക്കം പോത്തില്ലേ, അതുകൊണ്ട് തന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവൾക്ക് മൂടി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, പതിയെ അവളുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ കവിളിലൊരു ഉമ്മ കൊടുക്കാൻ നിൽക്കുമ്പോൾ മണ്ടേ നിന്തോ ഒരു അനക്കം കേൾക്കും. നോക്കുമ്പോൾ വേറെ ആരുമല്ല, അത് അനിയനാണ്. അനിയനെ നോക്കിയിട്ട് എന്ന് പറയും മിണ്ടാതിരിക്കാൻ. കാരണം ഹീറോയിൻ എണീറ്റാലോ അവളുടെ ഉറക്കം പോകത്തില്ലേ. എന്തായാലും അനിയൻ റൂമിൽ പോകും ശബ്ദം ഉണ്ടാക്കാതെ. അവനും കുഴപ്പമൊന്നുമില്ല, ചേച്ചി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം കാണുമെന്ന് അനിയന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവൻ പോയതിനു ശേഷം ഹീറോയിന്റെ അടുത്തിരിക്കും. അവിടെ തന്നെ അവരുടെ വെഡ്ഡിങ് ഫോട്ടോ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവന് സന്തോഷമുണ്ട്, ചെയ്തതിലൊരു വിഷമമുണ്ട്. എല്ലാം പതിയെ റെഡിയായി വരികയാണ്. കട്ട് ചെയ്താൽ വക്കീലിനെ കാണിക്കുകയാണെങ്കിൽ അവൻ കൂട്ടുകാരിയുടെ കാറിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തുള്ള GPS ലൊക്കേഷനൊക്കെ പരിശോധിക്കും. അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാനായിട്ട്. അതിന്റെ GPS ലൊക്കേഷനൊക്കെ പരിശോധിക്കുമ്പോൾ അതിനകത്തുണ്ട് ഈ പെൺകുട്ടിയാണെങ്കിൽ അനിയനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അവന് ഡൗട്ട് തോന്നും അനിയനാണെങ്കിലോ ഹീറോന്റെ മോൻ. അങ്ങനെ ഒരു ഡൗട്ട്. കാരണം ഈ പെൺകുട്ടി എന്തിനാണ് അനിയനെ കാണാൻ പോകേണ്ട കാര്യം, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോവാറുണ്ട്. അവളുടെ ലൊക്കേഷൻ അതിൽ നിന്ന് റീസെന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് വെച്ച് അവൻ മനസ്സിലാക്കും. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് 28ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ബൈ.